ചർച്ചകളിലേക്കൊക്കെ വരുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ചിലർ പരാതി പറയുന്നത് കേസുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഒന്ന് ആദ്യമായിട്ട് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് വയനാടിന് വേണ്ടി സമഗ്രമായ ഒരു പുനരധിവാസ പദ്ധതി പ്രഖ്യാപിക്കണം. പ്രസ്തുത പദ്ധതി പ്രായോഗികമാവണം, ശാസ്ത്രീയമാവണം, വിശ്വാസയോഗ്യമാകണം. ഇതിന് മുൻകൈ എടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. മാത്രമല്ല, ഇതുപോലുള്ള പ്രകൃതി ദുരന്തത്തിൽ സർവസ്വവും നഷ്ടപ്പെട്ട മറ്റു സംസ്ഥാനങ്ങളുണ്ടായിരുന്നു. അവിടെ എങ്ങനെയാണ് പ്രത്യേക പാക്കേജ് നടപ്പാക്കിയത് എന്നുകൂടി സംസ്ഥാന സർക്കാർ പഠിക്കേണ്ടതുണ്ട്. അതായത് 2001 ഗുജറാത്തിലെ ഭുജിൽ വലിയ ഭൂകമ്പം നടന്നത്. ഏതാണ്ട് 7000-ഓളം വീടുകളാണ് അവിടെ നഷ്ടപ്പെട്ടത്. പക്ഷെ ഇന്ന് എല്ലാവരെയും പുനരധിവസിപ്പിച്ചു. ഈ ഭുജ് മേഖല ഇന്ന് വ്യാവസായിക മേഖലയായി മാറി വലിയ ഉൽപാദനം, ആ സംസ്ഥാനത്തിന് തന്നെ വലിയ ഉൽപാദനം നൽകുന്ന വലിയൊരു പ്രദേശമായിട്ട് മാറിയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ വയനാട്ടിലെ ഇപ്പൊ സർവസ്വവും നഷ്ടപ്പെട്ടവർക്ക് പൂർണ്ണമായും ആശ്വാസം ലഭിക്കുന്ന രീതിയിലുള്ള ഒരു സമഗ്രമായ പുനരധിവാസ പദ്ധതിയാണ് സർക്കാർ രൂപകൽപ്പന ചെയ്യേണ്ടത്. ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ ദേശീയ തലത്തിലുള്ള വിദഗ്ധന്മാരുടെ സഹായവും സഹകരണവും ഗവൺമെന്റ് തേടേണ്ടതായിട്ടുണ്ട്. അനുഭവ സമ്പത്തുള്ള മറ്റു സംസ്ഥാനങ്ങളിലെ ഉദ്യോഗസ്ഥന്മാരുടെ അനുഭവങ്ങളും ഈ ഗവൺമെന്റ് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അല്ലാതെ മറിച്ച് ചില സന്നദ്ധ സംഘടനകളുടെ പ്രഖ്യാപനങ്ങളോട് ചേർത്തുകൊണ്ട് ഗവൺമെന്റ് മുഴുവൻ ദുരിതാശ്വാസ പ്രവർത്തനം, പുനരധിവാസ പ്രവർത്തനം സന്നദ്ധ സംഘടനകളെ മാത്രം ഏൽപ്പിച്ചാൽ അത് വയനാടിനെ സംബന്ധിച്ച് ഇതിനേക്കാൾ വലിയ ദുരന്തമാണ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. മാത്രമല്ല, ഗവൺമെന്റിന്റെ എല്ലാ നടപടികളും വിശ്വാസയോഗ്യമാകണം, അതോടൊപ്പം അത് സുതാര്യവുമാകണം. വിശ്വാസയോഗ്യമാകണമെന്ന് ഞാൻ പറഞ്ഞത് പുത്തുമല 2019 പുത്തുമലയിലെ ദുരന്തം ഉണ്ടായത്. എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് അവിടുത്തെ ജനങ്ങൾക്ക് നൽകിയത്. ദുരന്തം സംഭവിച്ചവർക്ക് അവരുടെ കുടുംബാംഗങ്ങൾക്ക് ഒരുപാട് വാഗ്ദാനം നൽകി. 6 മാസത്തെ വാടക വീട്ടിൽ താമസിക്കണം, 6 മാസം വാടക ഗവൺമെന്റ് നൽകും. മാത്രമല്ല 10 ലക്ഷം രൂപ വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് നൽകും. ടൌൺഷിപ്പ് നടപ്പാക്കും. ഇപ്പൊ 2019 കഴിഞ്ഞിട്ട് വർഷം 5 കഴിയാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ 3 മാസത്തെ വാടക മാത്രമേ സർക്കാർ കൊടുത്തത്. സർക്കാർ വാക്ക് പാലിച്ചില്ല. 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം പലർക്കും കിട്ടിയിട്ടില്ല. ടൌൺഷിപ്പ് എന്നുള്ളത് ഒരു വിദൂരമായ സ്വപ്നം മാത്രമായി മാറുന്നു. അതുകൊണ്ട് ഗവൺമെന്റിനെ സംബന്ധിച്ച് ഇക്കാര്യത്തില് സുതാര്യതയും വേണം, വിശ്വാസ്യതയും വേണം. പക്ഷെ ഇതേവരെയുള്ള അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പിണറായി സർക്കാരിനെ നമുക്ക് വിശ്വാസയോഗ്യതയെടുക്കാൻ സാധ്യമല്ല. മറിച്ച് ഈ പിണറായി സർക്കാരിന്റെ ഒന്നും സുതാര്യവുമല്ല. കാരണം ഇത്ര ഒരു ഭാഗത്ത് പുത്തുമലയിലും അതേപോലെ കവളപ്പാറയിലും നേരത്തെ നടന്ന ദുരന്തത്തിൽ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിച്ചിട്ടില്ല. പക്ഷേ അന്ന് പിരിച്ചെടുത്ത 258 കോടി രൂപ സംസ്ഥാന സർക്കാരിന്റെ കയ്യിലുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും പൈസ കയ്യിലുണ്ടായിട്ടും ഈ പാവങ്ങൾക്ക്, ദുരിതം ഏറ്റുവാങ്ങിയവർക്ക്, അവരുടെ കുടുംബാംഗങ്ങൾക്ക്, എല്ലാം നഷ്ടപ്പെട്ടവർക്ക് എന്തുകൊണ്ടാണ് നഷ്ടപരിഹാരം നൽകാത്തത്? അതേപോലെ ഇപ്പോഴും ധാരാളം നല്ല മനസാക്ഷിയെ ഞെട്ടിപ്പിച്ച സംഭവമാണ്. മനുഷ്യസ്നേഹികളായിട്ടുള്ള സ്ഥാപനങ്ങള്, വ്യക്തികള് എല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കുന്നുണ്ട്, സഹകരിക്കുന്നുണ്ട്. പക്ഷേ ഈ സഹായം, സഹകരണം സുതാര്യമാക്കിയാൽ മാത്രമേ ഇനി കൂടുതൽ സഹായങ്ങൾ നൽകാൻ ജനങ്ങളും വ്യക്തികളും സ്ഥാപനങ്ങളും തയ്യാറാവുകയുള്ളൂ. അതുകൊണ്ട് ഗവൺമെന്റ് ഇക്കാര്യത്തിൽ വളരെ ഗൌരവപൂർവ്വം ഈ വയനാട് പ്രശ്നം കൈകാര്യം ചെയ്യണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആവർത്തിക്കുന്നു, വയനാടിന് വേണ്ടിയിട്ട് ഒരു സമഗ്രമായിട്ടുള്ള, ശാസ്ത്രീയമായിട്ടുള്ള, പ്രായോഗികമായിട്ടുള്ള ഒരു പുനരധിവാസ പദ്ധതി ഗവൺമെന്റ് തയ്യാറാക്കണം. അതെല്ലാം തന്നെ സുതാര്യമാവണം, അതെല്ലാം തന്നെ വിശ്വാസയോഗ്യവുമാവണം. പ്രധാനമന്ത്രി എപ്പോഴാണ് വയനാട് സന്ദർശിക്കാൻ? പ്രധാനമന്ത്രിയുടെ വയനാട് വരവിനെ കുറിച്ച് ഇപ്പോൾ തീരുമാനമെടുത്തിട്ടില്ല. ഇപ്പൊ പാർലമെന്റ് സെഷൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പ്രധാനമന്ത്രിയുടെ പരിപാടിയെക്കുറിച്ച് ഇപ്പം ഞങ്ങൾക്ക് അക്കാര്യത്തെക്കുറിച്ച് അറിയില്ല. ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ എന്താണ് മാനദണ്ഡം ഉണ്ട് എങ്കിൽ തന്നെ ഇതെന്താണ് താമസം വരുന്നത് എന്താണെന്നാണ്?
ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ദേശീയ ദുരന്തം എന്നുള്ളൊരു വ്യവസ്ഥ നമ്മുടെ നിയമാവലികളിലൊന്നും ഇല്ല. പക്ഷെ ദേശീയ ദുരന്തം എന്നുള്ള വ്യവസ്ഥ ഇല്ലാത്തത് കൊണ്ട് ഈ നമ്മുടെ കേന്ദ്രത്തിന്റെ ഭാഗത്ത് സഹായം ലഭിക്കില്ല എന്നല്ല. കേന്ദ്രത്തിന്റെ ഭാഗത്ത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് 2018-ലെയും 2019-ലെയും പ്രളയത്തിലും തിരുവനന്തപുരത്തെ ഓഖി ദുരന്തത്തിലും പരമാവധി സഹായം നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ നേരത്തെ പ്രധാനമന്ത്രിയും അതേപോലെ ആഭ്യന്തരമന്ത്രിയും രാജ്യസഭയിലും ലോകസഭയിലും നൽകിയ ഉറപ്പുണ്ട് വയനാടിനോടൊപ്പം കേന്ദ്ര സർക്കാരും ഉണ്ടാകും എന്നുള്ളത്. അതുകൊണ്ട് സാധ്യമായ എല്ലാ സഹായങ്ങളും സാമ്പത്തികം ഉൾപ്പെടെയുള്ള സഹായങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൽ ആദ്യത്തെ അവരുടെ പ്രഖ്യാപനം, അവർ നൽകിയ ആദ്യത്തെ ഉറപ്പ് എന്നുള്ള നിലയ്ക്ക് അവിടെ നമ്മുടെ ഈ രക്ഷാ ദൌത്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ സജീവമായ സാന്നിധ്യം ഉണ്ടായിരുന്നു. കര, നാവിക, വ്യോമസേന, അതുപോലെ NDRF ഇതെല്ലാം തന്നെ ഏകോപിച്ച് സംസ്ഥാന സർക്കാരിനോടൊപ്പം നിന്നുകൊണ്ട്, സന്നദ്ധ സംഘടനകളോടൊപ്പം നിന്നുകൊണ്ട്, നമ്മുടെ സംസ്ഥാനത്തെ പോലീസിന്റെയും അതുപോലെ ഫയർഫോഴ്സിന്റെയും ഒക്കെ ഒരുമിച്ച് നിന്നുകൊണ്ട് കേന്ദ്രത്തിന്റെ സേനകളും ഈ രക്ഷാപ്രവർത്തനത്തിൽ സജീവമായിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത ഘട്ടമാണ് സാമ്പത്തിക സഹായം എന്നുള്ളത്. അതും കേന്ദ്ര ഗവൺമെന്റ് ഭാഗത്തുണ്ടാകും. പക്ഷെ കേന്ദ്രം നൽകിയ പണം മുഴുവൻ തന്നെ ദുരിതബാധിതർക്ക് അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ ലഭ്യമാകണം. അത് നടപ്പാക്കേണ്ട സംസ്ഥാന സർക്കാരാണ്. അക്കാര്യത്തിൽ ജനങ്ങൾക്കും എല്ലാവർക്കും ഈ പിണറായി സർക്കാരിൽ അവിശ്വാസമുണ്ട്. അത് പരിഹരിക്കാൻ ഈ തവണയെങ്കിലും അവർ തയ്യാറാകണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടുന്നത്. ഭൂരിഭാഗം ആൾക്കാരും വീട് നഷ്ടപ്പെട്ടാണ്. അവര് എല്ലാവരും തന്നെ ഈ വീടുകൾ പണിതിരിക്കുന്നത് ലോൺ ഒക്കെ വാങ്ങിച്ചാണ്. അപ്പൊ ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ മാത്രമേ ഇൻഷുറൻസും ബാക്കി ആനുകൂല്യങ്ങളും ലഭിക്കുകയുള്ളൂ. അല്ല, ഇതിന് ഞാൻ പറഞ്ഞല്ലോ, ദേശീയ ദുരന്തം എന്നുള്ള ആ പ്രഖ്യാപനത്തിന്റെ വ്യവസ്ഥയെ സംബന്ധിച്ച് നിലവിലെ നിയമാവലിയിൽ അങ്ങനെ ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷെ ഇവിടെ അത് പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുകയോ ഇല്ലയോ എന്നുള്ളതല്ല. നമ്മൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായമാണ് ഇക്കാര്യത്തിൽ ലഭിക്കേണ്ടത്. അത് പൂർണ്ണമായിട്ടും ഉണ്ടാകും. പക്ഷെ നമ്മുടെ സംസ്ഥാന സർക്കാർ ഹ്രസ്വകാലാടിസ്ഥാനത്തിലും ദീർഘകാലാടിസ്ഥാനത്തിലുമുള്ള പുനരധിവാസ പാക്കേജാണ് പ്രഖ്യാപിക്കേണ്ടത്. ഇപ്പം ടൌൺഷിപ്പ് അതൊരു ദീർഘകാല പദ്ധതിയാണ്. പക്ഷെ ഇപ്പോൾ തന്നെ ക്യാമ്പുകളിൽ താമസിക്കുന്നവരെ മാറ്റിപ്പാർപ്പിക്കണം. ആ മാറ്റിപ്പാർപ്പിക്കാൻ ഹ്രസ്വകാല പദ്ധതികളാണ് ആവശ്യം. ഇപ്പം നിരവധി സ്കൂളുകൾ തകർന്നിട്ടുണ്ട്. അവിടെ പഠിച്ചിരുന്ന കുട്ടികൾക്ക് വേറെ സ്കൂളുകളിലേക്ക് അവർക്ക് വേറെ സ്കൂളിൽ ചേർത്തുകൊണ്ട് വിദ്യാഭ്യാസം നൽകണം. അതിനടുത്തായിരിക്കണം ഇവർക്ക് വാസസ്ഥാനം അല്ലെങ്കിൽ വീട് ഏർപ്പെടുത്തേണ്ടതായിട്ടുള്ളത്. വാടക വീടാണെങ്കിൽ വാടക ആര് കൊടുക്കും? അത് ഗവൺമെന്റ് കൊടുക്കണം. അതുകൊണ്ട് ഹ്രസ്വകാല ദീർഘകാല പാക്കേജാണ് വയനാടിന്റെ കാര്യത്തിൽ ആവശ്യമായി. നിലവിലൊരു അവ്യക്തതയുണ്ടോ? അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇതിനെ സംബന്ധിച്ച് ഗവൺമെന്റ് അവരുടെ ഒരു പ്രഖ്യാപിത നിലപാട് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ കാര്യത്തിൽ ഗവൺമെന്റ് സംശയമാണ്. ഞാൻ നേരെ സൂചിപ്പിച്ചല്ലോ, നമ്മുടെ പുത്തുമലയിലും കവളപ്പാറയിലും നമ്മുടെ അനുഭവമുണ്ട്. നമുക്ക് ഇപ്പോഴും നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ല. എന്നാൽ ഗവൺമെന്റിന്റെ കയ്യിൽ പൈസയുണ്ട്. ജനങ്ങൾ പിരിച്ചെടുത്ത പൈസയാണ്. ഗവൺമെന്റ് കൊടുത്ത പൈസ ഗവൺമെന്റിന്റെ പൈസയല്ല, ജനങ്ങൾ നൽകിയ പണമാണ്. അതുകൊണ്ട് അത് നൽകാത്തത് എന്താ കാരണം? ഇതൊരു ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടില്ല. മാത്രമല്ല, ഈ വയനാടിനെ സംബന്ധിച്ച് ഇപ്പൊ രക്ഷാപ്രവർത്തനത്തിന്റെ ഒരു അന്തിമഘട്ടത്തിലാണുള്ളത്. ഇനിയിപ്പോ നമ്മളിവര് പുനരധിവാസത്തെക്കുറിച്ചാണ് ഗവൺമെന്റ് ചർച്ച ചെയ്യേണ്ടതും തീരുമാനിക്കേണ്ടതും. അതിനെക്കുറിച്ച് ഇതുവരെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് അഭിപ്രായങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല.